രണ്ട് വ്യാജ വാർത്തകളാണ് ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രണ്ട് വാർത്തകളാണ്. പിണറായി സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്താൻ ശേഷിയുള്ള രണ്ട് വാർത്തകളാണ് ഇന്ന് മനോരമയും അതുപോലെ തന്നെ വലതുപക്ഷ ചില മാധ്യമങ്ങളും ഒക്കെ കളത്തിലിറക്കിയത്. അത് പൊളിച്ചടക്കി മനോരമയ്ക്ക് നിങ്ങൾ സ്ഥിരം വിഷം തുപ്പുന്ന ഒരു നുണോരമയാണ് എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM ഒക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു വാർത്ത ഞാൻ വായിക്കാൻ കേട്ടോ. ഇങ്ങനെയാണ് വാർത്ത. ഹലോ രാജേഷേ, പിണറായി വിജയനാണ് നിയുക്ത മെമ്പറെ ഫോണിൽ വിളിച്ചു മുഖ്യമന്ത്രി എന്നതായിരുന്നു മനോരമയുടെ വാർത്ത. അതിനുശേഷം ഇവരിത് തിരുത്തുകയാണ്. എങ്ങനെയാണ്? മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വരുന്നു. എങ്ങനെ? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുന്നത് ഞാനൊന്ന് വായിക്കാം. BJP നേതാവ് VV രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ്. വെള്ളിയാഴ്ച രാവിലെ ശ്രീ VV രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇല്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാം എന്ന് PA അറിയിച്ചു. അത് കഴിഞ്ഞ് PA വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തിരഞ്ഞെടുക്കാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആവട്ടെ, അഭിനന്ദനങ്ങൾ എന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രചരിക്കപ്പെട്ട വാർത്ത VV രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നാണ്. ഇത് വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണ്. പ്രസ്തുത വാർത്ത തിരുത്താൻ മാധ്യമങ്ങൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മനോരമ തിരുത്തി. അതെങ്ങനെയാണെന്ന് കേൾക്കട്ടെ. ഹലോ രാജേഷ് ആണേ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് നിയുക്ത മെമ്പർ എന്നാക്കി. അപ്പൊ തന്നെ അതിനു മുമ്പ് തന്നെ ഈ വ്യാജ വാർത്ത ഉടനീളം പ്രചരിച്ചിരുന്നു. ഈ വ്യാജ വാർത്തയുടെ പിന്നിലെ ഇവരുടെ അജണ്ട എന്താണ് എന്ന് നമുക്ക് നോക്കണ്ടേ. BJPക്കെതിരെ അതിശക്തമായി പോരാടാൻ കഴിയുന്ന ഒരു പാർട്ടി, ഒരു മുന്നണി, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും അത് CPM ആണെന്നും ഈ സർക്കാരിന് മാത്രമേ ഇങ്ങനെ BJPക്കെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് വർഗീയതയ്ക്കെതിരെ നിലകൊള്ളാൻ കഴിയുകയുള്ളൂ എന്നും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാമെന്ന് മനോരമയും സംഘവും മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പൊ ഈ പോറ്റിയെ കയറ്റിയൊക്കെ ഇറക്കി വലിയ തോതിൽ തന്നെ ഈ സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു സർക്കാർ ഇവിടെയുള്ളത് ഞങ്ങൾക്കൊരു ആശ്വാസമാണ്, ഒരു കരുതലാണ് എന്നാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ എന്താണ് ചെയ്യേണ്ടത്? BJP എന്ന് പറയുന്ന ആ ഒരു ഗൂഢസംഘത്തെ അല്ലെങ്കിൽ ഈ സംഖ്യകളുടെ ഈ ചാപ്പ അത് മുഖ്യമന്ത്രിയുടെ മേൽ അങ്ങ് കുത്തണം. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. VV രാജേഷ് മുഖ്യമന്ത്രി നല്ല ബന്ധത്തിലാണ്. VV രാജേഷ് അവിടെ മേയറാകുന്നത് വലിയ സന്തോഷം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് വരുത്തി തീർക്കണം. അന്തർധാര സജീവമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനോരമ കാണിച്ച തെമ്മാടി വാർത്തയാണ്. ആ വാർത്തയുടെ ഹെഡ്ലൈനാണ് ഞാൻ കുറച്ചു നേരം മുമ്പ് വായിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു വാർത്ത ചെയ്യണമെങ്കിൽ പൊതുവെ എത്രത്തോളം ഇടത് വിരുദ്ധത ആ പത്രത്തിന് ഉണ്ടാകുമെന്ന്. കോൺഗ്രസിന്റെ അടിപൊളി ഗംഭീരമായിട്ടുള്ള IT സെല്ലാണ്. പോരാളി വാസുവിനെ മറികടക്കും മനോരമ എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ കഴിയില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് BJP അവർക്ക് ഒരു രീതിയിലും തകർക്കാൻ കഴിയില്ല. സംഘപരിവാറിനും BJPക്കും ഒക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാരെന്ന് ഈ നാട്ടിലെ കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടെന്ന് പറയുന്ന K സുധാകരനും അതുപോലെ തന്നെ ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നടുകുനിച്ച് വിളക്ക് കത്തിക്കുന്ന VD സതീശനും അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റ് BJPക്ക് സമ്മാനിച്ച KC വേണുഗോപാലും എന്തിന് 24 മണിക്കൂർ മോദി സ്തുതി പാടി നടക്കുന്ന ശശി തരൂരും അങ്ങനെ തുടങ്ങി എടുത്തു പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് BJP ആയി മാറിയെന്ന് ആർക്കാണ് അറിയാത്തത്? അവർ നാട് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താകും ഈ നാടിന്റെ അവസ്ഥ എന്ന് എല്ലാവർക്കും നന്നായി അറിയാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തതും കോൺഗ്രസ് ആണെന്നുള്ള കാര്യം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ആളുകൾ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങളാണ്. അങ്ങനെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരു വലിയ UDFനെ ദോഷം ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് LDFന്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി അടിച്ച അടിയാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ തിരിച്ചടി കിട്ടി എന്നതാണ് ഇവിടെ കാണേണ്ടത്. ഇനി ചില കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. ബിനീഷ് കോടിയേരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം കൂടി ഈ സമയത്ത് വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ചിലതൊക്കെ എഴുതുന്നുണ്ട്. മനോരമയുടെ CPM വിരുദ്ധത വെറും രാഷ്ട്രീയ നിലപാടല്ല, അത് വാർത്തയെ പോലും ആയുധമാക്കുന്ന ഒരു സ്ഥിരം രീതിയായി മാറിയിരിക്കുകയാണ്. ആദ്യം അർദ്ധസത്യവും വ്യാജ വാർത്തയും നൽകി പൊതുസമൂഹത്തെ പ്രകോപിപ്പിക്കുക, പിന്നീട് ആ വാർത്തയെ അടിസ്ഥാനമാക്കി ഇടത് വിരുദ്ധരെ മുഴുവൻ രംഗത്തിറക്കി CPMനെയും മുഖ്യമന്ത്രിയെയും തെറിവിളിപ്പിക്കുക. ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം നിസ്സംഗമായി ഒരു എഡിറ്റ് യഥാർത്ഥത്തിൽ വിളിച്ചത് മേയറാണ് എന്ന ചെറിയ തിരുത്തൽ. പക്ഷേ
അതുവരെ വിഷം പടർന്നുകൊണ്ടിരിക്കും. തിരുവനന്തപുരം മേയർ വി രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് ആശംസിച്ചു എന്ന വാർത്ത ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. മനോരമ സൃഷ്ടിച്ച ആ തെറ്റായ തലക്കെട്ട് സഖാവ് പിണറായിയെ സംഘിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തുറന്ന ക്ഷണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ CPM-നെതിരായ ആക്രോശം കത്തിപ്പടർന്നതിന് ശേഷമാണ് ക്യാപ്ഷൻ തിരുത്തി സത്യം ഒളിപ്പിച്ചു വെച്ചത്. ഇത് പിഴവല്ല, പാറ്റേൺ ആണ്. CPM-നോടുള്ള മനോരമയുടെ രാഷ്ട്രീയ വൈരാഗ്യം വാർത്താ നൈതികതയെ പോലും മറികടക്കുമ്പോൾ മാധ്യമം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നഷ്ടപ്പെടുന്നു. വാർത്ത ആദ്യം തിരുത്തൽ പിന്നെ എന്ന വൃത്തികെട്ട ശൈലി പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ജനാധിപത്യ സംവാദത്തെ വിഷമാക്കുന്നതുമാണ്. ഇങ്ങനെ വ്യാജവാർത്ത വിതറി പിന്നെ നിസാരമായി എഡിറ്റ് ചെയ്ത് കൈ കഴുകുന്നത് കൊണ്ട് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാനാകില്ല എന്നാണ് ബിനീഷ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച ഒരു ടോയ്ലറ്റ് പേപ്പർ അത് മനോരമയാണെന്ന് വേണമെങ്കിൽ പറയാം. മാധ്യമം എന്ന് പോലും അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ ഒരു IT സെൽ എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം അതിനൊരു പത്രമായിട്ട് പോലും അല്ലെങ്കിൽ അതിന്റെ ചാനലായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി വേറൊരു വ്യാജവാർത്ത എന്താണ്? മുഖ്യമന്ത്രി പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞൊരു ചിത്രം പ്രചരിപ്പിക്കുകയാണ്. ആ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സ്ക്രീനിൽ കാണാം. ഇങ്ങനെയാണ് പ്രചരിക്കുന്നത്: പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്നാണ് സുബ്രഹ്മണ്യൻ ചോദിച്ചത്. സുബ്രഹ്മണ്യനെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വ്യാജവാർത്തയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കേരള പോലീസിന് ഭീമ ഗോൾഡ് ഒരു ആംബുലൻസ് കൈമാറുന്നു. ഓഗസ്റ്റ് 20 സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ വെച്ച് റവാഡ A ചന്ദ്രശേഖർ IPS, ഭീമ ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ വിഷ്ണു ശരൺ K ഭട്ട്, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവരും മറ്റുള്ളവരും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ഈ ആംബുലൻസ് കൈമാറുന്നത്. ആ ചടങ്ങിൽ ഫോട്ടോയും വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അതിന്റെ ഭാഗമായി സ്പോൺസറുടെ ഭാഗത്തു നിന്ന് വന്നവരിൽ പോറ്റിയുമുണ്ട്. അതിലെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് കൃത്യമായി ക്രോപ്പ് ചെയ്ത് ഇവർ രണ്ടുപേരും മാത്രം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എഡിറ്റ് വരുത്തി മുഖ്യമന്ത്രിയും പോറ്റിയും രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കൂ, എത്രത്തോളം വൃത്തികെട്ട രീതിയിലുള്ള പല നീക്കങ്ങളുമാണ് മനോരമയും മറ്റു സംഘങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അതിന്റെ വീഡിയോ പുറത്തു വരുന്നു. ഇതൊക്കെ പൊളിഞ്ഞടങ്ങുമ്പോൾ മനോരമയും മാതൃഭൂമിയും കൈകോർത്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നത്. മാതൃഭൂമി ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. അതല്ല, ഇതാണ് സത്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്തോ അബദ്ധം സംഭവിച്ചതാണ്, ഇതൊക്കെ സത്യമാണ് എന്ന രീതിയിലൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നത്. മനോരമയും മാതൃഭൂമിയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ അവിടെ എവിടെ ആ ഇരുത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ ആക്രമണങ്ങൾ 2021 ഇടതുപക്ഷത്തിനെതിരെ നടത്തിയിരുന്നു. അന്ന് ആ വ്യാജവാർത്തകളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് ജനങ്ങൾ ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും മാധ്യമങ്ങൾക്കും മറുപടി കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഈ പോറ്റിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ അറിയാലോ ഒരു ചരട് കെട്ടുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സതീഷിനോട് അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി എത്തിയത്? പോറ്റിക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധി ഓടിച്ചാടിപ്പോയി കാണാൻ കഴിഞ്ഞത്? അപ്പോ അത് ചിത്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ. കാരണം അടൂർ പ്രകാശ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പോറ്റിയെ കണ്ടു എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ചിത്രമൊന്നും പറഞ്ഞ് ഇറങ്ങാൻ പറ്റില്ല. പോറ്റിയും സോണിയാഗാന്ധിയും കോൺഗ്രസും ഒക്കെ തമ്മിൽ എന്താണ് ബന്ധം എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോറ്റിയെ കയറ്റിയ സോങ് ഒക്കെ തിരിച്ചടിച്ചു. പോറ്റി കേസ് കോൺഗ്രസിന് തന്നെ തലവേദനയായി. ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി, ബൂമറാങ്കായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് പുതിയ തന്ത്രങ്ങളും അടവുകളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്ന് KC വേണുഗോപാൽ ചോദിക്കുകയാണ്, എന്തിനാണ് സോണിയാഗാന്ധിയൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതെന്ന്. സോണിയാഗാന്ധിയൊക്കെ കഥയിലുണ്ട് അതുകൊണ്ട് ഉത്തരം പറയണം സോണിയാഗാന്ധിയെ ചിലപ്പോൾ SIT ചോദ്യം ചെയ്തേക്കും KC വേണുഗോപാൽ ഇങ്ങനെ കിടന്ന് പിടച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോ പോറ്റിയെ കേറ്റി എന്ന ആ പാട്ട് മാറ്റി പാടേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒക്കെ സീറ്റ് പിടിച്ച് അടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ അധികാരത്തിൽ വരാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോഴും 64 സീറ്റിന് മുകളിൽ സീറ്റുകൾ LDF-ന്റെ കയ്യിൽ ഭദ്രമാണ് എന്ന സത്യം ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും UDF-നും നന്നായി അറിയാം. അതുകൊണ്ട് ആ സീറ്റുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി തിരികെ പിടിച്ച് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ശ്രമമൊക്കെ പാഴ്ശ്രമമായി പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏതാണ് നല്ലത്, ഏതാണ് ആവശ്യമില്ലാത്തത്, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സർക്കാർ ഇവിടെ വേണം എന്ന് ജനങ്ങൾ വിധി എഴുതും. അങ്ങനെ വിധി എഴുതാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷത്തിനോടും അത് താങ്ങാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.